ഗൈസ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജനുവരി 17 നിഫ്റ്റി എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് പിന്നെ ഒന്ന് ഡൗൺ ആയിരുന്നു. ഓക്കെ, ഇത് നമുക്കൊരു ഫസ്റ്റ് ഹാഫിൽ ഒരു ഡൗൺ മൂവ് ആയിരുന്നു തന്നത്. പിന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് സൈഡ് വൈസ് ആയിരുന്നു തന്നത്, ഒരു തരത്തിലുള്ള മൂവും തന്നിട്ടില്ല. ഓക്കെ, ഈ ഒക്കെ മൂവ് വന്നിട്ടുണ്ടെങ്കിലും പ്രീമിയത്തിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. കൂടാതെ നമ്മുടെ നിഫ്റ്റി എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ മാർക്കറ്റ് കുറച്ച് റിസ്കി മാർക്കറ്റ് ആയിരുന്നു. ഞാൻ ഇന്ന് ഒരു തരത്തിലെ ട്രേഡും ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയോ ലോസ് ഉണ്ടാക്കിയോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഞാൻ എടുക്കുന്ന ട്രേഡിൽ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇന്നത്തെ ദിവസം നമുക്ക് നിഫ്റ്റി, അതായത് 1 ഡേ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി നമുക്ക് എങ്ങനെയാണ് ക്ലോസ് ആയി നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഇവിടുന്ന് ഈ ഇവിടം വരെ വന്നിട്ട് മാർക്കറ്റ് ഇതാ ഈ ഒരു സപ്പോർട്ട് ഈ പ്രീവിയസ് ഇവിടെ ഈ ഒരു ലോ വരെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ബൈങ് നല്ലോണം സ്ട്രോങ് ആയിട്ട് ഈ ഓൾമോസ്റ്റ് ഇവിടെ ക്ലോസ് ആയത് 23,350 ക്ലോസ് ആയത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എക്സായിട്ട് നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസിലാണ്. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അനലൈസ് വെച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നാളെ ഒരു ബിയറിഷ് മാർക്കറ്റ് ആയിരിക്കാനാണ് ചാൻസ്. അതായത് ഫസ്റ്റ് ഹാഫിലാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റ് ഒരു ഡൗൺ മൂവ് തരാനുള്ള ചാൻസ് ഒരു 90%. എൻ്റെ അനലൈസ് വെച്ചിട്ട് ഞാൻ പറയാം മാർക്കറ്റ് നാളെ ഒരു ഡൗൺ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. കാരണം എന്താണല്ലേ, ഈ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കോ. ഇത് ഒരു എക്സാക്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് മാൻ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്യാൻഡിൽ സ്റ്റിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമുക്കൊരു പ്രീവിയസ് ഹാങ്ങിങ് മാൻ ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹാങ്ങിങ് മാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഹാങ്ങിങ് മാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഫുള്ളായിട്ട് ബോഡി ഇവിടെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ക്യാൻഡിൽസ് എപ്പോഴാണ് ഫോം ആവുന്നത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഹാങ്ങിങ് മാൻ്റെ പ്രത്യേകത. നിങ്ങൾ ഒരു ഹാങ്ങിങ് മാൻ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഹാങ്ങിങ് മാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയി. ഓക്കെ, ഇത് 1 ഡേ ടൈം ഫ്രെയിം ആണ്. നിങ്ങൾ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഈ ഒരു ഹാങ്ങിങ് മാൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ക്യാൻഡിൽ നോക്കിയിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അതായത് മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസ് നാളെ അതായത് ഫസ്റ്റ് ഹാഫില് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഓക്കെ, വേറെ ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്. കാരണം നമ്മുടെ PCR റേഷ്യോ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഇപ്പോൾ PCR റേഷ്യോ 0.71 ആണ്. ഈ ഒരു 0.7 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ബുള്ളിഷ് ട്രെൻഡോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് കൂടാണ് നമ്മുടെ FI ഇന്ന് സെല്ലാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ബൾക്ക് ക്വാണ്ടിറ്റിക്കാണ്, ബൾക്ക് എമൗണ്ടിനാണ് അവർ സെല്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എനിക്ക് എൻ്റെ ഒരു അനലൈസ് ചെയ്തിട്ട് നാളെ ഒരു ബിയറിഷ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നേരെ 1 hour ടൈം ഫ്രെയിമിൽ കൂടി ഒന്ന് പോയി നോക്കാം. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിലിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്കിവിടെ ക്ലോസിംഗ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്ലോസിംഗ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ക്ലോസിംഗ് തന്നത് എക്സാക്ട് റെസിസ്റ്റൻസ് ആണ്. നിങ്ങളിവിടെ കാണാൻ പറ്റും ഇതൊരു റെസിസ്റ്റൻസ് ആണ്. 23,350 എന്ന് പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, അതുമല്ല ഇന്നത്തെ ഹൈ എന്ന് പറയുന്നതും ഒരു റെസിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ ഒരു ഏരിയ ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് റെസിസ്റ്റൻസ് നമുക്കിവിടെ കിട്ടും. ഈ ഒരു സോൺ എന്ന് പറഞ്ഞൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി മാർക്കറ്റിന് ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ, ഓക്കെ, മാർക്കറ്റിന് ബുള്ളിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ 15 മിനിറ്റിൽ ക്യാൻഡിൽ ഒരു ക്ലോസിങ് തരുന്നുണ്ടെങ്കിൽ, അവിടെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡിലോട്ട് ഒരു മൂവ് പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം ഇപ്പം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാണ്ട് ഒരിക്കലും ഒരു അപ്സൈഡ് മൂവ്, നല്ല രീതിയിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അപ്പം ഇതിപ്പോൾ 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പിന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടെ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ 1 hour ടൈം ഫ്രെയിമിലാണ് ഞാൻ വരയ്ക്കുന്നത്. നമുക്കത് ഷോർട്ട് ടൈം, അതായത് ചെറിയ ടൈം ഫ്രെയിമിനും കൂടെ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈന് നാളെ വർക്കാവും, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് നേരെ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് പോവാം. ഓക്കെ, 1 hour നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നേരെ 15 മിനിറ്റിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അതല്ല പ്രീവിയസ് ആയിട്ട് സംഭവിച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ഹൈ ഉണ്ടായി, ഇവിടെ ഒരു ഹൈ ഉണ്ടായി. ഓക്കെ, ഇവിടെ ഒരു ലോ വന്നു, വീണ്ടും ഒരു ഹൈ. ഓക്കെ, ഇനി നാളെ മാർക്കറ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും, അതായത് ഇവിടുന്ന് മാർക്കറ്റ് ഈ ഒരു ലെവൽ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഡൗൺ ആയിട്ടില്ല. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, ഈ ഒരു സോൺ ഏരിയ, ഈ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർ SL ഇവിടെയുണ്ട്. കാരണം കോൾ സൈഡിലോട്ട് ട്രേഡ് എടുത്ത് അത് പുതിയ നമ്മുടെ ഇന്നത്തെ എക്സ്പയറി ആയതുകൊണ്ട് നാളെ പുതിയൊരു എക്സ്പയറി നമുക്ക് തുടങ്ങുകയാണ്. അപ്പം അതും കൂടി ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ലോങ് ടൈമിലേക്ക് പൊസിഷൻ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവന്മാരൊക്കെ SL ഈ ഒരു ലെവലിന്റെ ഈ ഒരു സോണിന്റെ താഴെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തൊക്കെ മാർക്കറ്റ് ഓൾറെഡി ഇവിടെ വന്ന് SL എടുത്തിട്ടാണ് പോയത്. പക്ഷെ ഈ ഒരു SL ഇതുവരെ മാർക്കറ്റ് എടുത്തിട്ടില്ല. അപ്പൊ മാർക്കറ്റ് നാളെ ഹൈ ചാൻസ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് റിവേഴ്സ് ആയിട്ട് ഓക്കെ പെട്ടെന്നായിരിക്കും വലിയ ക്യാൻഡിൽ വരാൻ ഹെവി ചാൻസ് ഉണ്ട് നാളെ. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു ബുള്ളിഷ് മൂവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് റിവേഴ്സ് എടുത്തിട്ട് ഈ കാണുന്ന SL ഒക്കെ അടിച്ചിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടോ, ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാർക്കറ്റ് ഒരിക്കലും ഇതിന്റെ താഴോട്ട് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇപ്പോഴത്തെ മാർക്കറ്റ് ഓവറോൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു ബുള്ളിഷ് ട്രെൻഡിലായിട്ട് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സപ്പോസ് നാളെ, അതായത് ഒരു എക്സാമ്പിളും കൂടി ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നൊരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം എപ്പോഴും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിൽ മാർക്കറ്റിന് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരേണ്ടതായിട്ടുണ്ട്. അത് ഏതൊരു ടൈമിലായാലും ആ ഒരു മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും. ഓക്കെ, അപ്പം ഇതുവരെ ഇന്നത്തെ ദിവസം ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. എനിക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഇപ്പോഴാണ് മാർക്കറ്റ് പോയിട്ട് ഫില്ലാക്കിയത്. ഓക്കെ, ഫില്ലായി, അവിടുന്ന് ഡൗൺ ആയി. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്യാപ്പ് അപ്പായി ഓൾമോസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലായിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിപ്പോയത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും 15 മിനിറ്റ് ഏത് ടൈം ഫ്രെയിമിലാണ് ഈ ഒരു ഗ്യാപ്പ് ഇവിടെ നിലനിൽക്കണം. അപ്പൊ മാർക്കറ്റ് ഇതിന്റെ താഴോട്ട് വരാനുള്ള ചാൻസ് ഒരു 90% കൂടുതലാണ്. ഓക്കെ, അപ്പം ഓവറോൾ എൻ്റെ ഒരു അനലൈസ് വെച്ച് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് നാളെ ഒരു ബിയറിഷ് മൂവ്, ചിലപ്പോൾ ഫസ്റ്റ് ഹാഫിൽ താഴാൻ ചാൻസ് കൂടുതൽ, സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവിലോട്ട് പോകാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് നല്ലൊരു പുട്ട് സൈഡിലോട്ട് നല്ലൊരു മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഞാൻ എടുക്കുന്ന ട്രേഡ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ട്രേഡ് ഞാൻ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്പോട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് ആണ് ഇത് നല്ലൊരു സ്ട്രോങ് ക്ലോസിംഗ് ആണ്. പക്ഷേ നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയെന്ന് വെച്ചോ, ഈ ഒരു റെസിസ്റ്റൻസിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിൽ, അതായത് ഒരു റെഡ് ക്യാൻഡിൽ നിങ്ങൾക്ക് 15 മിനിറ്റിലോ റെഡ് ക്യാൻഡിൽ ഒന്നോ നിങ്ങൾക്ക് ഇവിടുന്ന് പുട്ട് സൈഡിലൊരു ട്രേഡ് എടുത്തിന് നല്ല രീതിയിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയും. കാരണം ഓൾറെഡി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ മിക്കവാറും നാളെ മാർക്കറ്റിൽ എൻ്റെ ഒരു അനലൈസ് വെച്ചിട്ട് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ആകാനുള്ള ചാൻസും കൂടുതലുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നിഫ്റ്റി എങ്ങനെയാണ് നാളെ ഓപ്പൺ ആകുന്ന കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അതിന്റെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പം ഇവിടുന്ന് ഒരു ഗ്യാപ്പ് അപ്പായി ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ റെഡ് ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഞാൻ പറയാം ഈ കാണുന്ന SL ഒക്കെ അടിച്ചിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകും. ഓക്കെ, കാരണം മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം. ഓക്കെ, അതെടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറി പോകും. ഇതാണ് ഇന്നത്തെ എൻ്റെ അനാലിസിസ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ രീതിയിൽ അനലൈസ് ചെയ്യുക, ഒരിക്കലും എൻ്റെ മാത്രം അനലൈസ് വേണ്ടത്. ഞാൻ ചെയ്യുന്ന അനലൈസ് നിങ്ങളുടെ അനലൈസ് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. ഓക്കെ, മാച്ചൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും ഒരേ മൈൻഡ് സെറ്റ് ആണ് എന്നാണ്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് അനലൈസ് ചെയ്യാറ്. 5 മിനിറ്റ് നമുക്കൊന്ന് പോയി നോക്കാം. 5 മിനിറ്റിൽ എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, 5 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 5 മിനിറ്റിലാണ് ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഇപ്പൊ മാർക്കറ്റ് ഈ ഒരു ലെവലിലുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചു. അതായത് പുട്ട് സൈഡിലോട്ട് ട്രേഡ് എടുത്ത ഇവിടുന്ന് പുട്ട് സൈഡ് ട്രേഡ് എടുത്തവന്മാരൊക്കെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഇവിടെ ഹിറ്റായി. ഓക്കെ, അപ്പൊ മാർക്കറ്റിന് ഇനി അടിക്കാനുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ഈ കണ്ടൊക്കെ സ്റ്റോപ്പ് ലോസ് ആണ്. ഇതെടുക്കാൻ മാർക്കറ്റ് എന്തായാലും വരും. ഈ ഒരു ട്രേഡ് ഞാൻ നാളെ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അനലൈസ് വീഡിയോ കാണാം. ബൈ.